എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Knight of Cups, Chariot, Six of Wands, Five of Wands, Eight of Pentacles, Four of Swords. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തൃപ്തി തരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. പൊതുവിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ടെൻഷൻസും കാര്യങ്ങളും ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ കൂടുതലുള്ളൊരു ജോലിയാണ്, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ മാനസികമായിട്ടിപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻ്റ് ആണെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരിലൊക്കെ ഒന്നുകിൽ അവരിലെ ഒരു ട്രാൻസ്ഫറോ കാര്യങ്ങളോ അവരവിടെ നിന്ന് മാറിപ്പോകുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് സെയിം കമ്പനിയിൽ മാറ്റം ഉണ്ടാകുന്ന സിറ്റുവേഷനും അന്തരീക്ഷത്തിൽ പൊതുവേ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷത്തിൽ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുതിയ ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവാം, സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ജോലിയിൽ നിന്ന് നിങ്ങൾ ചില ആളുകൾ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് IT ഫീൽഡ് പോലുള്ള ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ട്. പുതിയ സർട്ടിഫിക്കേഷൻ കോഴ്സ് അതുപോലുള്ള കാര്യം മറ്റൊരിടത്ത് പോയിട്ട് അവിടുത്തെ വർക്ക് കൾച്ചർ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണത്. അതുപോലെ തന്നെ നിങ്ങൾ ചില ആളുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി നല്ല സമയമാണ്, റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ റിസ്ക് എടുക്കാനെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇന്ന കോഴ്സ് നിങ്ങളൊരു കോഴ്സിന് ചേരാൻ പോകുന്നു. അപ്പോൾ പൊതുവിൽ ആളുകൾ ചേരുന്ന കോഴ്സ് അല്ലാതെ, അതായത് സാധാരണ ആളുകൾ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ പൊതുവിലുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. സ്കോപ്പ് നോക്കി കോഴ്സ് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലെന്താണ് മുന്നോട്ടേക്ക്, അതിലൂടെ എങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. നിങ്ങൾ പഠിക്കുന്നത് ഇതാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപജീവന മാർഗം ഉണ്ടാക്കാം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവർക്കുണ്ടായി. കാരണം ജനറലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കോഴ്സായിരിക്കില്ല. ചില കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ആളുകൾ അതിനെക്കുറിച്ച് അധികം കേട്ടിട്ടുണ്ടാവില്ല, വലിയ അറിവില്ലാത്ത കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിസ്ക്, അതായത് ഇന്ന സ്ഥലത്ത് പോയിട്ട് പഠിക്കുന്നതോ പുറത്തു പോയി പഠിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും കോഴ്സ് യുണീക്കായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് എടുക്കുക, അതേപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷെയർ ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട്സ്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും അറിയാതെയുള്ള ഹ്യൂജ് റിസ്ക് എടുക്കാതിരിക്കുക. ഒരു പരിധിവരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുത്താൽ വിജയസാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു സമയമാണ് ഈ ഒരു മാസം തന്നെ പറയാം. ചാരിയറ്റ് എനർജിയാണ്, 5 ഓഫ് വോൺസ് കണക്ഷനാണ്. ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സമയം നിങ്ങൾക്ക്. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും അതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി മാനസികമായിട്ട് സന്തോഷം തരാനും ഒക്കെ പറ്റുന്നൊരു അവസരം ഈ ഒരു മാസം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റേസിംഗ് പോലുള്ള കാര്യങ്ങൾ അതുപോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മൗണ്ടനറിങ്, അതുപോലെ പിന്നെ നിങ്ങൾ വിനോദത്തിൻ്റെ ഭാഗമായിട്ടോ പാരാഗ്ലൈഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്കൂബ ഡൈവിങ്, അത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടാവാം. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് വേണ്ടുന്ന ഒരു ധൈര്യവും റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഹെവി കോമ്പറ്റീഷനുള്ള ഫീൽഡിൽ, അല്ലെങ്കിൽ ചുറ്റും കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിനേക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും. നിങ്ങൾ ഒത്തിരി കോമ്പറ്റീഷനുള്ള ഒരിടത്ത് നിങ്ങളായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നതായിരിക്കാം. അവിടെ ചുറ്റുപാട് ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുന്നു. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും രീതികളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളത് വെച്ചിട്ട് അങ്ങനെയുള്ള റിസ്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന അതെടുത്ത് വിജയിക്കുന്നൊരു സമയമാണ്. പിന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ഫീൽഡിൽ പൊതുവേ ഒരു സമയം അത്ര നല്ലതല്ലായിരിക്കും. ഇപ്പോൾ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ എന്തെങ്കിലും നിങ്ങളൊരു പ്രത്യേക ആ ഫീൽഡിൽ ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ചില കമ്പനീസിലോ ചില ഇടങ്ങളിലോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് ഡൗൺ ആയിരിക്കും. അപ്പോൾ ആളുകൾ പൊതുവെ പറയും ആ സമയത്ത് അപ്ലൈ ചെയ്യുന്നതോ ആ സമയത്ത് കാര്യങ്ങൾ ശ്രമിക്കുന്നതോ നല്ലതായിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിലും നിങ്ങൾ ചുറ്റും ഭയങ്കര കോമ്പറ്റീഷനുള്ള സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിച്ചാൽ വിജയസാധ്യതകളുള്ളതാണ്. അപ്പോൾ കോമ്പറ്റീഷനാണ്, ഇപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. മാർക്കറ്റിൽ ഇപ്പോൾ വീട് വിൽക്കാൻ പോകുമ്പോൾ മാർക്കറ്റിൽ വില കുറവുള്ളതോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ വില കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇത് നിങ്ങൾ നോക്കി കണ്ട് കൃത്യമായിട്ട് ഫലപ്രദമായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിട്ടും ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അതേപോലെ 6 ഓഫ് Wands 8 ഓഫ് Pentacles എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് മറ്റാളുകളുടെ മുമ്പിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ജീവിതം ആസ്വദിക്കാനുള്ളൊരു പെർമിഷൻ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ജീവിതത്തിൻ്റെ എന്താ പറയുക, ജീവിതത്തിലുണ്ടായിട്ടുള്ള പരാജയങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ തുടക്കം എന്നുള്ള രീതിയിലാവാം. കാരണം ഇവിടെ നിങ്ങൾ ആളുകളുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു അവസരം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ 1, 2 തവണ 3 തവണ നിങ്ങൾ ബിസിനസ്സിൽ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒത്തിരി തവണ ബിസിനസ് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആളുകൾ നിങ്ങളെ തടയുകയാണ് ചെയ്യുക. കാരണം നിങ്ങൾ ഒത്തിരി തവണ പരാജയപ്പെട്ടത് കൊണ്ട് ഇനിയും പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു തവണ നിങ്ങളാരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പുള്ളതൊക്കെ പരാജയപ്പെട്ടത്, അതായത് നഷ്ടബോധങ്ങളും ഇതിലൊന്നും തങ്ങി നിൽക്കാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് നിങ്ങൾ റീഇവാലുവേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അവിടെ പരാജയം സംഭവിച്ചത്, ഇനിയൊരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പരാജയം ഇനിയും ആവർത്തിക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വ്യക്തമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് റീഇവാലുവേറ്റ് ചെയ്തിട്ട് റീലോഞ്ച് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. സെയിം തന്നെ ബിസിനസ് റീലോഞ്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് നിങ്ങൾ, കാരണം ഇവിടെ ഒരു സക്സസ് എന്തായാലും ഉണ്ട്, ഒരു വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ തന്നെ 4 ഓഫ് Swords ആൻഡ് ചാരിയറ്റ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഫാസ്റ്റായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ പോസിറ്റീവാണ്, പക്ഷേ അമിതമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു യാത്രയുടെ അനിവാര്യത ഇല്ല. അതായത് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും നേടുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അത് നല്ല കാര്യമാണ്, വളരെ ഉത്സാഹഭരിതരായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഓവർ വർക്ക് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്, റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുക, വേണ്ട പോലെ റെസ്റ്റൊക്കെ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക്, അതായത് ജീവിതത്തിൽ റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒത്തിരി തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുമ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് തന്നെ പെട്ടെന്ന് പോവാതിരിക്കും. ഒരു കാര്യം ചെയ്തു തീർത്തു, 2-3 ദിവസം അതിൻ്റെ പുറകെ ആയിരുന്നു ചെയ്തു തീർത്താൽ 4ാമത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഹെവി വർക്ക് ആണെങ്കിൽ ഒരു ദിവസം ലീവ് തന്നെ എടുത്തൊന്ന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വർക്കിലേക്ക് പോകാം. അല്ലാതെ വർക്ക് ഒരു നിമിഷം ഇരിക്കാനില്ലാത്തൊരു സമയം എന്നുള്ളതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്
എത്രത്തോളം എഫേർട്ട് വേണമെന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അല്ലാത്ത പക്ഷം വളരെ പോസിറ്റീവ് എനർജീസ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, വീട്ടമ്മമാരെ സംബന്ധിച്ചും ഇത് പ്രത്യേകം എടുത്ത് പറയുകയാണ്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, ന്യൂട്രിയൻസ് ഒക്കെയുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പോസിറ്റീവായിട്ടുള്ള എനർജീസാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.